ഹലോ നമസ്കാരം. അച്ചായൻസ് കോളേജ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി വർക്കിച്ചൻ. നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന കറുകച്ചാൽ കൂത്തർപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ വീടിന്റെ അവസ്ഥ നിങ്ങൾക്ക് കാണാം. ഈ വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. അതായത് 3 കുഞ്ഞുങ്ങളുമായിട്ട് അച്ഛനും അമ്മയും താമസിക്കുന്നു. അവരുടെ അവസ്ഥ, അവർക്ക് യൂണിഫോം പോലും തയ്ച്ച പോലും എടുക്കാനുള്ള നിർവാഹമില്ല. ആകെ ബുദ്ധിമുട്ടാണ് ആ കുടുംബം. ഭക്ഷണം പോലും പലരും സഹായിക്കുന്നതുകൊണ്ടാണ് ഭക്ഷണം പോലും കഴിക്കുന്നത്. ആ കുടുംബത്തെ കാണാനോ അവരുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനോ നമ്മളിവിടെ വന്നിരിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാം. ബാ ചേച്ചിയെ, ഇതാണ് നിങ്ങളുടെ ഭവനം അല്ലേ? അയ്യോ, ഇവിടെ എങ്ങനെ താമസിക്കുന്നു? ഇതാണ് വീട്. ഈ വീട്ടിലാണ് നിങ്ങൾ എത്ര കുട്ടികളുണ്ട്? ഇവര് 3 കുട്ടികള്. ആർക്കാ മേലായിക ഉണ്ടെന്ന് പറഞ്ഞ കുഞ്ഞിന്? കൊച്ചിന് എന്നാ പറ്റി? ഫിക്സിന്റെ അസുഖമുള്ള. അപ്പൊ ചേട്ടൻ എന്നാ വരുമാനമൊക്കെ? കൂലിപ്പണിയായിരുന്നു അല്ലേ? ഓഹോ, അതുകൊണ്ട് ഇപ്പം ജോലിക്കും പോകുന്നില്ലല്ലോ. എങ്ങനെയാ 3 കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുന്നേ? എല്ലാവരും സഹായിക്കുന്നു. ഇതാണ് ഇവരുടെ വീട്. ഇതാണ് ഈ വീട്ടിലെ അവസ്ഥ. അതായത് ഒരു കുടില് എന്ന് പറയാം. പക്ഷെ ഇതൊക്കെ ഞാനൊന്ന് വന്ന എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാനാണ്. കാരണം എന്താ വെച്ചാൽ ഇങ്ങോട്ട് വരുന്ന വഴി തന്നെ ഭയങ്കര കട്ടിയില്ലേ. ഒരാൾക്ക് പോലും നടന്നു വരാൻ പറ്റാത്ത ഒരു വഴി. തെറ്റി വീഴുമെന്ന് പോലും എനിക്ക് പേടിയായിരുന്നു വരുന്ന വഴിക്ക്. എനിക്ക് അതിൽ സന്തോഷമുണ്ട് ഈ വീട്ടിൽ വന്നത്. കാരണം ഇങ്ങനെയുള്ള അവസ്ഥയിലുള്ളവരെയൊക്കെ നമുക്ക് സഹായിക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അതൊക്കെ അല്ലേ നമ്മുടെ ഏറ്റവും വലിയ ദൈവാനുഗ്രഹം. ഏതായാലും നിങ്ങൾക്ക് ഇവിടെ ബുദ്ധിമുട്ടാണെന്ന് അറിഞ്ഞു. അപ്പൊ നിങ്ങളെ സഹായിക്കണമെന്ന് എനിക്ക് തോന്നി. എനിക്കല്ല, നമ്മുടെ മുകളിൽ ഇരിക്കുന്ന ദൈവം പിന്നെ ഈ ജനങ്ങളുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കും ഒരുപക്ഷെ എനിക്ക് തോന്നിയത്. അപ്പം കുട്ടികളെ എല്ലാം നല്ലപോലെ തന്നെ പഠിപ്പിക്കുക. എന്നാ ഏതാണ്ട് യൂണിഫോമിന്റെ കാര്യം പറഞ്ഞ യൂണിഫോം പോലും മേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ചേച്ചി ഇങ്ങ് വന്നേ, ചേച്ചി അങ്ങ് മാറിയിക്ക. എന്നാ ചേച്ചി? കാശില്ല അല്ലേ? ഓക്കെ. അപ്പൊ ഈ കുട്ടികൾക്കൊക്കെ യൂണിഫോമോ ബാക്കിയുള്ളവർക്ക് എല്ലാവരുടെയും കൂടെയാണോ? അതായത് യൂണിഫോം തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്, ഇതുവരെ അവർക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഈ അവസ്ഥയിലാണ് ഈ കുടുംബം. നമ്മളൊക്കെ യൂണിഫോം ആണെങ്കിൽ 1 പോരാ 4 എണ്ണം വേണമെന്ന് പറഞ്ഞ് പിള്ളേർക്കെല്ലാം മേടിച്ചു കൊടുക്കുമ്പോൾ ഒരു യൂണിഫോം പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം ഫുഡും കാര്യങ്ങളൊക്കെ വല്ലവരും ഒക്കെ തരുമോ? ആരെങ്കിലും തരുന്ന ആഹാരം കൊണ്ടാണ് ഇവര് അല്ലെ സാധനങ്ങളൊക്കെ ആരെങ്കിലും ഒക്കെ തരും അല്ലെ? പണിക്കും കൂടെ പോകാൻ പറ്റാത്തതുകൊണ്ട്. ഓക്കെ, നമ്മൾ ഇങ്ങനെയുള്ള കുടുംബത്തെ ഒന്ന് കാണണം. എന്താ ഇത്, വീട്ടിൽ മഴയും കാര്യങ്ങളും പെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? ഇതിനകത്ത് തന്നെ ഇരിക്കുവോ? ഓഹോ, ഇതിൽ സമ്മതിക്കണല്ലേ, ഈ വീട്ടിൽ ഇവര് കഴിയുന്നില്ല, പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ ഷീറ്റ് എല്ലാം പ്ലാസ്റ്റിക് ഇട്ടിരിക്കുന്നല്ലേ? ഓ, കഷ്ടം. ഏതായാലും നമുക്ക് ഇങ്ങനെയുള്ള കുടുംബങ്ങളിലൊക്കെ തേടി പിടിക്കാനും ഇടവഴിയായാലും ഏത് ഭാഗത്തായാലും നമുക്ക് എത്താനും ഒക്കെ പറ്റുന്നുണ്ട്. ഞാൻ ഏറ്റവും വലിയ ദൈവത്തോട് നന്ദി പറയാം. സങ്കടപ്പെടണ്ട കേട്ടോ. യൂണിഫോം ഒക്കെ പിള്ളേരുടെ എല്ലാം എടുത്തു കൊടുക്കണം. എന്തെങ്കിലും പഠനോപകരണങ്ങളൊക്കെ മേടിക്കണം. അതിനുള്ള ചെലവിനുള്ള കാശും കൂടെ ഞാൻ തന്നിട്ടാ പോകുന്നത് കേട്ടോ. അപ്പൊ ഈ ഫണ്ട് പിടിക്കുക. ഇത് കുഴപ്പമില്ലാത്തൊരു ഫണ്ടുണ്ട്. യൂണിഫോമും എടുക്കുക, വേണ്ട കാര്യങ്ങളെല്ലാം പിള്ളേരുടെ നോക്കുക കേട്ടോ. എന്നാ പിടിച്ചോ. ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. ചേച്ചി വന്നേ. നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഇവരുടെ അവസ്ഥകളും ബുദ്ധിമുട്ടുകളും എല്ലാം മെസ്സേജ് ചെയ്ത ഈ ചേച്ചിയാണ്. ശരിക്കും സമൂഹത്തിൽ ഇങ്ങനെ കുറെ പേര് ഉള്ളത് കൊണ്ട് എനിക്ക് കുറെ സ്ഥലങ്ങളിൽ എത്താൻ പറ്റും. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ അയൽവക്കത്തോ നിങ്ങളുടെ എവിടെയെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ എനിക്ക് മെസ്സേജ് ചെയ്യുക. അച്ഛനെ എന്താന്ന് പറഞ്ഞാൽ ഓടിയെത്തി അവരെ സഹായിച്ച് അവർക്ക് ഒരു വരുമാന മാർഗം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു ഭാഗമാകാൻ എനിക്ക് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ ഈ ചേച്ചി കാണിച്ച നന്മ പ്രവൃത്തി എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ചെയ്യാം, ഞാൻ ഓടി വരും അച്ചായൻ. എനിക്ക് അങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ അറിയാൻ പറ്റുള്ളൂ. ഇവരെ പോലെ ഉള്ളവർക്ക് ഫോൺ പോലും ഇല്ല. ഈ ഫോൺ പോലും ഇല്ലാത്തടത്ത് ഞാൻ എങ്ങനെ വന്ന് കോൺടാക്ട് ചെയ്യുമ്പോഴും സോഷ്യൽ മീഡിയ ഇവർ ഉപയോഗിക്കുന്നില്ല. ഇവരെങ്ങനെ ഞങ്ങളെ പോലെ ഉള്ളവരെ അറിയും? അപ്പൊ നിങ്ങളാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ടത്. ഞാൻ ഉണ്ടാവും, അച്ചായൻ എല്ലാവരും കൂടെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നതാണ് വരെ. ബൈ. അച്ചായൻസ് കോളേജ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി വർക്കിച്ചൻ.